ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം ഹോളിയാണ്, പരിശുദ്ധനാണ്. പരിശുദ്ധമില്ലാതെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒരാൾക്ക് പോലും കടന്നു ചെല്ലാൻ സാധിക്കത്തില്ല. നമുക്കറിയാം, ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ കാലത്ത്, പഴയ നിയമത്തിന്റെ സമയത്ത് ഹൈ പ്രീസ്റ്റിന് മാത്രം വർഷത്തിൽ ഒരു പ്രാവശ്യം ദൈവത്തിന്റെ മുമ്പിലേക്ക് ചെല്ലാനുള്ള അവകാശം ഉണ്ടായിരുന്നു. അതും രക്തമില്ലാതെ ചെല്ലാൻ സാധിക്കുമായിരുന്നില്ല. എപ്പോൾ വേണമെങ്കിലും ചാടിക്കറി ചെല്ലാൻ ഉള്ള ഒരു അവകാശം അവർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് കഥ അങ്ങനെയല്ല. നമ്മൾക്ക് ഏത് നേരത്ത് വേണം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലാം. അത് സാധ്യമാക്കിയത് യേശു ക്രിസ്തുവിന്റെ മരണം കൊണ്ടാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോ ദൈവം ചേഞ്ച് ചെയ്തു എന്ന് അർത്ഥമില്ല. ദൈവം ചേഞ്ച് ചെയ്യുന്നവനല്ല. ദൈവം ഒരിക്കൽ പോലും മാറുന്നില്ല. മാറുന്നവനായിരുന്നെങ്കിൽ ദൈവത്തിന് സ്ഥിരതയുള്ളവൻ ആയിരുന്നില്ല. ദൈവം മാറാത്തത് കൊണ്ടാണ്, ദൈവത്തിന്റെ സ്വഭാവം മാറാത്തത് കൊണ്ടാണ്, ദൈവത്തിന്റെ കരുണയും എന്താ പറയാ, ദൈവത്തിന്റെ മഹത്വവും ചേഞ്ച് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾക്ക് ഇന്നും ജീവനുള്ളത്. ഇന്നും നമ്മൾ ജീവനോട് ഇരിക്കുന്നതിന്റെ കാര്യം, ദൈവം നമ്മൾക്കിടാനായിട്ട് ഒരു ഉടുപ്പ് തന്നു. ആ ഉടുപ്പിന്റെ പേരാണ് യേശു ക്രിസ്തു. ആ ഉടുപ്പ് വിട്ടുകൊണ്ട് ദൈവത്തിന്റെ മുമ്പിലേക്ക് ചെന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് നിൽക്കാൻ സാധിക്കത്തില്ല. എന്ന് വേണമെങ്കിലും നമുക്ക് കയറി ചെല്ലാം എന്ന് ദൈവം പറയുന്നത് യേശു ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്തിരിക്കുന്ന വ്യക്തികൾ ആയതുകൊണ്ടാണ്. പിതാവ് നോക്കുമ്പോൾ കാണുന്നത് പുത്രനെ ആയിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കയറി ചെല്ലാൻ സാധിക്കത്തുള്ളൂ. അതിനെപ്പറ്റിയാണ് സംസാരിക്കാനുള്ളത്. മുമ്പോട്ട് പോകുമ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചതിന് ശേഷം സംസാരിക്കാം. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. കർത്താവ്, അങ്ങയുടെ മഹത്വത്തിനായിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. അങ്ങ് മാറുന്നില്ല. അങ്ങയുടെ കരുണ ഒരിക്കൽ വറ്റി പോകാത്തത് കേട്ടോ, അതിനായിട്ട് നന്ദി പറയുന്നു പിതാവേ. ഇന്ന് ഞങ്ങളോട് സംസാരിക്കണേ ഹോളി സ്പിരിറ്റ് ഗോഡ്. അങ്ങാണ് ടീച്ച് ചെയ്യണേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രിപ്പയർ ചെയ്യണേ കർത്താവേ. അങ്ങയുടെ വചനം കൊണ്ട് നിറയ്ക്കണമേ. അങ്ങോട്ടുള്ള സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ലേവ്യ പുസ്തകത്തിലേക്ക് പോകാം. അതിന്റെ 10ാമത്തെ ചാപ്റ്ററിന്റെ ലേവ്യ പുസ്തകത്തിന്റെ 10ന്റെ 1 തൊട്ട് 11 വരെയുള്ള വാക്കുകൾ പെട്ടെന്നൊന്ന് വായിക്കാം. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അഹരോന്റെ 2 മക്കൾ അല്ലെ, നദാബും അബീഹുവും ഒരു എന്താ പറയുക, ധൂപ കലശവും എല്ലാം എടുത്തുകൊണ്ട് അവര് ആ സ്ട്രേഞ്ച് ഫയറും ഒക്കെ ആയിട്ട് ദൈവത്തിന് മുമ്പിലേക്ക് ചെല്ലുന്നു. ദൈവം അവരെ അവിടെ വെച്ച് ഞാൻ നിമിഷം തന്നെ അല്ലെ കൊന്നു കളയുന്നു. അതിനെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞ അനന്തരം എന്ന് പറഞ്ഞാൽ, ഇതിപ്പോ 8ാമത്തെ ചാപ്റ്ററിലേക്ക് 9ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അഹരോന്റെയും മക്കളുടെയൊക്കെ ഓർഡിനേഷനൊക്കെ കഴിഞ്ഞു. അവരെ എന്താ പറയാ, അഹരോനെ ഹൈ പ്രീസ്റ്റ് ആയിട്ടൊക്കെ അപ്പോയിന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. 9ാമത്തെ ചാപ്റ്ററിൽ അഹരോനോട് മോസസ് പറയണം, മോസസോട് ദൈവം പറയുന്നതാണ് ബലി കൊടുക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലെ. അഹരോന് വേണ്ടിയും ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ബലി കൊടുക്കാൻ പറയുന്ന ബലിയെല്ലാം കൊടുത്തതിന് ശേഷം, ബലി കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ അല്ലെ എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് സിൻ ഓഫറിങ്, പിന്നെ എന്താ പറയുക, ബാൻഡ് ഓഫറിങ്, ഹോമയാഗം, പാപയാഗം, സമാധാനയാഗം, പിന്നെ എന്താ ഗ്രെയിൻ ഓഫറിങ്, അങ്ങനെ എല്ലാം കൊടുത്തതിന് ശേഷം ദൈവത്തിന്റെ മഹിമ അല്ലെ, മഹത്വം, എന്താ പറയുക, ഗ്ലോറി, മഹത്വം അങ്ങനെ പറയുന്നത് ഗ്ലോറി അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു കാര്യം പറഞ്ഞു. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഫയർ വന്നിട്ട് ഓൾട്ടറിൽ ഉണ്ടായിരുന്ന, ആ യാഗപീഠത്തിൽ ഉണ്ടായിരുന്ന മീറ്റ് അതിനെ കൺസ്യൂം ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത് അല്ലെ. അപ്പോ അതിനുശേഷം ഓർഡിനേഷൻ എല്ലാം കഴിഞ്ഞു. അവരുടെ ഡ്യൂട്ടിയിലേക്ക് കയറി കഴിഞ്ഞു. അഹരോന്റെ 2 മക്കൾ ചെയ്യുന്ന കാര്യത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലേവ്യ പുസ്തകത്തിന്റെ 10ാമത്തെ ചാപ്റ്ററിന്റെ എന്താ പറയുക, 1 തൊട്ട് 11 വരെയുള്ള വാക്കുകൾ പെട്ടെന്നൊന്ന് വായിക്കും. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അനന്തരം അഹരോന്റെ പുത്രന്മാരായ നദാബും അബീഹും ഓരോ ധൂപകലശം എടുത്തു, അതിൽ തീ ഇട്ടു, അതിന്മേൽ വർഗവും ഇട്ടു. ഇങ്ങനെ തങ്ങളോട് കൽപ്പിച്ചതല്ലാതെ അന്യാഗ്നി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു. അപ്പൊ ഇനി 16ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ മോസസ് വഴി അഹരോനോട് ദൈവം പറയുന്നുണ്ട്, വർഷത്തിൽ ഒരു പ്രാവശ്യം ചെല്ലാവുള്ളൂ. പാപപരിഹാരത്തിനായിട്ടുള്ള ആ രക്തവുമായിട്ട്, പിന്നെ ഈ ഒരു ധൂപം കലശം എടുത്തിട്ട് അതില് ഓൾട്ടറിൻ്റെ അകത്തുനിന്ന് കുറെ കോളൊക്കെ ഇട്ടിട്ട് അതിന്റെ ടോപ്പില് ഇൻസെൻസ് അല്ലെ, എന്താ പറയുക, ധൂപം ഉണ്ടാക്കാനുള്ള ആ ഇൻസെൻസ് വല്ല ഇട്ടിട്ട് ചെല്ലണം എന്ന് പറഞ്ഞിരിക്കുക. അത് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അല്ലെ. അപ്പോ ഇവരങ്ങനെയല്ല, ഇവര് അതിനൊന്നും നിൽക്കാതെ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് 2 ധൂപകലശമൊക്കെ ആയിട്ട് അവരെ മുമ്പോട്ടങ്ങ് ചെന്നിരിക്കുക.
അതിനെപ്പറ്റി അവിടെ പറഞ്ഞിരിക്കുന്നു. ഉടനെ രണ്ടാമത്തെ വാക്കോട് പറയുന്നു. ഉടനെ യഹോവയുടെ സന്നിധിയിൽ നിന്നും തീ പുറപ്പെട്ട് അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. അവർ യഹോവയുടെ സന്നിധിയിൽ മരിച്ചുപോയി. ആ നിമിഷം തന്നെ അവർ എൻ്റർ ചെയ്ത സമയത്ത് തന്നെ ദൈവത്തിന്റെ കൽപ്പന തെറ്റിച്ച സമയത്ത് തന്നെ തന്നെ അവരെ ദൈവം കൊന്നുകളയും. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് തീ വന്നിട്ട് അവരെ നശിപ്പിച്ചു കളയുകയാണ് ചെയ്യുന്നത്, അല്ലെ? നശിപ്പിച്ചു പോയി, അവർ മരിച്ചുപോയി. അപ്പോൾ മോശെ, എന്നോട് അടുക്കുന്നവർ അടുക്കുന്നവരിൽ ഞാൻ ശുദ്ധീകരിക്കപ്പെടും, സർവ്വജനത്തിന്റെ മുമ്പാകെ ഞാൻ മഹത്വപ്പെടും എന്ന് യഹോവ അരുളി ചെയ്യുന്നത് ഇത് തന്നെ എന്ന് അഹരോനോട് പറഞ്ഞു. അഹരോനോ ഒന്നും മിണ്ടിയില്ല. അപ്പൊ ആ നിമിഷം തന്നെ അവര് സ്റ്റെപ്പിൻ ചെയ്ത സമയത്ത് തന്നെ ഇവർ രണ്ടുപേരും മരിച്ചു പോകുമ്പോ യഹോവയുടെ കൂടെ ഇരുന്നത് മോസസ്. അപ്പൊ യഹോവയെ പറ്റി അറിയാവുന്ന മോസസ് ഇങ്ങനെ പറയുവാണ്, എന്റെ അടുക്കൽ വരുന്നവര് ശുദ്ധീകരിക്കപ്പെടും, താൻ ഹോളിയാണ് എന്നാ പറഞ്ഞിരിക്കുന്നത്. യഹോവ ഹോളിയാണ് എന്ന് പറഞ്ഞിരിക്കും, അല്ലെ? സർവ്വജനത്തിന്റെ മുമ്പാകെ താൻ മഹത്വപ്പെടും, അല്ലെ? എല്ലാവരുടെ മുമ്പിൽ ദൈവത്തെ ഹോളിയായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. എല്ലാവരുടെ മുമ്പിൽ അദ്ദേഹത്തെ റെസ്പെക്റ്റോടുകൂടി തന്നെ, മഹത്വത്തോടുകൂടി, ഗ്ലോറിയോടുകൂടി തന്നെ ട്രീറ്റ് ചെയ്യണം. നമുക്ക് തോന്നുന്ന പോലെ കാര്യങ്ങളായിട്ട് ചെയ്യാൻ അങ്ങോട്ട് ഏത് സമയത്ത് എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കത്തില്ല. അതിനുള്ള പെർമിഷൻ ഇല്ല. അപ്പൊ അതിനെപ്പറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നത് യഹോവ അരുളി ചെയ്തത് എന്ന് തന്നെ എന്ന് അഹരോനോട് പറഞ്ഞു. പിന്നെ മോശെ അഹരോന്റെ ഇളയപ്പൻ ഉസിയേലിന്റെ പുത്രന്മാരായ മിശായേലിനെയും എസ്തഫാനെയും വിളിച്ചു അവരോട്, നിങ്ങൾ അടുത്തു ചെന്ന് നിങ്ങളുടെ സഹോദരന്മാരെ വിശുദ്ധ മന്ദിരത്തിന്റെ മുമ്പിൽ നിന്ന് പാളയത്തിന് പുറത്തു കൊണ്ടുപോകുൻ എന്ന് പറഞ്ഞു. മോശെ പറഞ്ഞതുപോലെ അവർ അടുത്തു ചെന്നു അവരെ അവരുടെ അങ്കികളോട് കൂടെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി. പിന്നെ മോശെ അഹരോനോട് അവന്റെ പുത്രന്മാരായ എലിയാസരോടും ഇത്തമാരോടും പറഞ്ഞത്, നിങ്ങൾ മരിക്കാതെയും സർവ്വസഭയുടെ മേൽ കോപം വരാതെയും ഇരിപ്പാൻ നിങ്ങളുടെ തലമുടി പിച്ചി ചീന്തരുത്, നിങ്ങളുടെ വസ്ത്രം കീറുകയും അരുത്. നിങ്ങളുടെ സഹോദരന്മാരായ ഇസ്രായേൽ ഗൃഹം ഒക്കെയും യഹോവ ദഹിപ്പിച്ച ദഹന നിമിത്തം കരയട്ടെ. അല്ല, അപ്പൊ അഹരോന്റെ മക്കൾ രണ്ടുപേരും മരിച്ചു. ഇത്തമാറിന്റെയും എലിയാസറിന്റെ സഹോദരന്മാരാണ് മരിച്ചിരിക്കുന്നത്. അപ്പൊ അവരോട് ഇങ്ങനെ പറയുക, നിങ്ങളുടെ മുഖത്തിൽ ദൈവത്തിന്റെ കോപം വരാതിരിക്കുന്ന സർവ്വസഭയുടെ എന്നിട്ട് ഇസ്രായേലിന്റെ മുഖത്തിൽ മൊത്തം കോപം, ദൈവത്തിന്റെ കോപം വരാതിരിക്കുന്നതിനോട് നിങ്ങൾ കരയുപോലും ചെയ്യരുത്, അല്ല? നിങ്ങളുടെ മുടി പിച്ച് ചെയ്തതിന്, നിങ്ങളുടെ വസ്ത്രം കീറി കളയാതെ, അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എക്സ്പ്രസ് പോലും ചെയ്യരുത്, അല്ലെ? നിങ്ങൾക്ക് എന്താ പറയാ, ദുഃഖമുണ്ടെന്നുള്ള വാസ്തവം, പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യാൻ പോലുള്ള അധികാരം, അവകാശം ദൈവം കൊടുക്കുന്നില്ല ഇവിടെ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ചെയ്തത് വലിയൊരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ? ഇനി താഴേക്ക് വരുമ്പോൾ കാണാം എന്തുകൊണ്ടാണ് ദൈവത്തിന് മുമ്പിലേക്ക് അവർ പോയി എന്ന് പറയുന്ന ഒരു വലിയ തെറ്റായിട്ട് എടുത്തിരിക്കുക എന്നുള്ള കാര്യം നമുക്ക് താഴേക്ക് വരാം. പിന്നെ 7ാമത്തെ വാക്കോട്ട്, നിങ്ങളോ മരിച്ചു പോകാതിരിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിന്റെ വാതിൽ വിട്ട് പുറപ്പെട്ടു പോകരുത്, യഹോവയുടെ അഭിഷേകതൈലം നിങ്ങളുടെ മേൽ ഇരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവർ മോശയുടെ വചനം പോലെ തന്നെ ചെയ്തു. യഹോവ അഹരോനോട് അരുളി ചെയ്തു, നീയും നിന്റെ പുത്രന്മാരും മരിച്ചു പോകാതിരിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോൾ വീഞ്ഞും മദ്യവും കുടിക്കരുത്, അത് നിങ്ങൾക്ക് തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. ശുദ്ധവും അശുദ്ധവും മലിനവും നിർമ്മലവും തമ്മിൽ നിങ്ങൾ പകതിരിക്കേണ്ടതിന് യഹോവ മോശെ മുഖാന്തരം ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ച സകല പ്രമാണവും അവരെ ഉപദേശിക്കേണ്ടതിന് തന്നെ. അപ്പോ ഇവിടെ മക്കൾ രണ്ടുപേരും മരിച്ചു കഴിഞ്ഞപ്പോൾ യഹോവ അഹരോനോട് പറയുവാണ്, നീയും നിന്റെ മക്കളും ടാബർനാക്കിൾ വർക്കിന് വരുമ്പം വീഞ്ഞും കുടിച്ചോണ്ടും മദ്യവും കുടിച്ചോണ്ടൊന്നും നിങ്ങൾ വരരുത്, അല്ലെ? നിങ്ങൾ മദ്യപിച്ചോണ്ടൊന്നും വരരുത് എന്ന് പറഞ്ഞിരിക്കുക. ഇത് തലമുറയെ എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം എന്ന് പറയാം. നിങ്ങൾ വരുമ്പോൾ സ്വബോധത്തോടുകൂടി വരണം എന്ന് പറഞ്ഞിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വന്ന 2 പുത്രന്മാര് നദാബ് അബീഹും മിക്കവാറും തന്നെ ഇവിടെ ഇങ്ങനെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് എഴുതിയിട്ടില്ല, കൃത്യം ഇത് തുറന്ന് എഴുതിയിട്ടില്ലെങ്കിൽ പോലും ഇതേ ചാപ്റ്ററിൽ തന്നെ യഹോവ ഇങ്ങനെ ആരോനോട് പറയേണ്ട കാര്യമില്ലല്ലോ. യഹോവ ശരിക്കും പറഞ്ഞാൽ തന്റെ കരുണയിൽ നിന്നുകൊണ്ട് ആരോനോട് പറയുവാണ്, നീ നിന്റെ മക്കളും എൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ കള്ളു കുടിച്ചോണ്ട് തോന്നിവാസം കാണിച്ചോണ്ട് വരരുത്. അപ്പൊ എന്ന് വെച്ച് കഴിയുമ്പോ ഒരുപക്ഷെ നദാബും അബീഹും കള്ളും എല്ലാം കുടിച്ച് വീഞ്ഞും എല്ലാം കുടിച്ച് എന്താ പറയാ, അങ്ങനത്തെ ഒരു അങ്ങനെയുള്ള ഒരു പരിപാടിയായിരിക്കും ചെയ്തത്. പക്ഷെ അതല്ലാതെ ഒന്ന് വിചാരിച്ചു നോക്കേ, ഒരിക്കൽ പോലും ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടില്ല ഇവർക്ക്.
ഇവരെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഇൻസ്ട്രക്ഷൻ, ഏത് തരത്തിലുള്ള ബലിയൊക്കെയാണ് കൊടുക്കുന്നുള്ള ഇൻസ്ട്രക്ഷനൊക്കെ ഈ ഇതിന് പുറകോട്ടുള്ള ചാപ്റ്ററിലൊക്കെ വായിക്കുമ്പോൾ കാണാൻ പറ്റും അല്ലെ. 9ാമത്തെ ചാപ്റ്ററിലൊക്കെ ആരും എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് മോസസ് പറഞ്ഞു കൊടുക്കുന്നു. മോസസ് കൃത്യമായിട്ട് ഇവരെ ഇൻസ്ട്രക്ട് ചെയ്യുന്നു അല്ലെ, ഒരു ടീച്ചറിനെ പോലെ പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് പിന്നെയും ഇങ്ങനെ ചെയ്യരുത് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ ഇവര് അത് ചെയ്യുക. കാര്യം എന്ന് വെച്ചാൽ ഇവർ സുബോധമില്ലാതെ ഒരു പ്രവൃത്തിയാണ് ഇവര് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഇവര് എന്താ പറയുക, ഇന്ന സമയത്ത് തന്നെ ദൈവത്തിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അവര് സന്നിധിയിൽ തീ പുറപ്പെട്ട് മരിച്ചു പോകുന്നു അല്ലെ. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെടുമ്പോൾ ആ ഒരു ഗ്ലോറി ദൈവത്തിന്റെ ഗ്ലോറിയാണ് അല്ലെ. ആ ഗ്ലോറി പുറപ്പെട്ടിട്ട് ഇവരെ കൺസ്യൂം ചെയ്ത് കളയുന്നതിന്റെ കാര്യം ഇത്. അപ്പൊ നമുക്കറിയാം എന്താ പറയുക, ഓൾഡ് ടെസ്റ്റ്മെന്റ്, ന്യൂ ടെസ്റ്റ്മെന്റ്, ഓൾഡ് കവനന്റ്, ന്യൂ കവനന്റ് അല്ലെ. ഓൾഡ് കവനന്റ് നടക്കുന്ന കാര്യത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഓൾഡ് കവനന്റ് കൊടുത്തിരിക്കുന്നത് സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാർക്കല്ല കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് ഓൾഡ് കവനന്റ് ലോ എന്ന് പറയുന്നത് ന്യായപ്രമാണം എന്ന് പറയുന്ന ദൈവത്തിൽ നിന്നുള്ള ഒരു സ്പിരിച്വൽ ആണ്. പക്ഷെ ന്യായപ്രമാണം ദൈവം കൊടുത്തതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്ലഷ്ലി ആയിട്ടുള്ള ജഡത്തിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ഉള്ളിൽ പാപമുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി, പാപത്തെ പറ്റിയുള്ള അറിവ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ന്യായപ്രമാണം ദൈവം കൊടുത്തിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് സ്പിരിച്വൽ അല്ല, അവർക്ക് എന്താ പറയുക, അവരുള്ളിൽ പിന്നെ പാപമുണ്ട്. അങ്ങനെ പാപമുള്ളത് കൊണ്ടാണല്ലോ ഇവിടെ തന്നെ കള്ളുമൊക്കെ കുടിച്ചുകൊണ്ട് ദൈവത്തിന് മുമ്പിലേക്ക് ഇവർ ചെല്ലാൻ ഒരു ധൈര്യം കാണിച്ചതിന്റെ കാര്യം. നമ്മുടെ ഉള്ളിൽ ഹോളി സ്പിരിറ്റ് ഗോഡ് ഉള്ളപ്പോൾ നമുക്ക് കള്ളൊന്നും കുടിച്ചുകൊണ്ട് ദൈവത്തിന് മുമ്പിലേക്ക് ചെല്ലാനുള്ള ഒരു ധൈര്യമില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോളി സ്പിരിറ്റ് ഗോഡ് ഉണ്ട്. ചെയ്യരുതെന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്കറിയാം. എന്താ ചെയ്യാത്തെന്നുള്ള കാര്യമല്ല. എന്നിട്ടും ചെയ്യുന്ന വ്യക്തികളുണ്ടെന്ന് വിചാരിച്ചു. ഇവിടെ രണ്ട് പ്രമാണങ്ങൾ തമ്മിലൊരു വ്യത്യാസത്തെ ഞാൻ പറയുമായിരുന്നു. ന്യായപ്രമാണം കൊടുത്തിരിക്കുന്നത് പാപമുണ്ടായിരുന്ന മനുഷ്യർക്കാണ് അല്ലെ. പാപമുണ്ടായിരുന്ന ഫ്ലഷ്ലി ആയിട്ടുള്ള മനുഷ്യർക്കാണ് കൊടുത്തിരുന്നത്, പാപം ഉണ്ടെന്ന് അറിയിക്കുന്നതിന് വേണ്ടി. പക്ഷെ പുതിയ കവനന്റ് വന്നിരിക്കുന്നത് നമുക്കറിയാം പുതിയ ആളുകൾക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് വരാം. അപ്പൊ ഇവിടെ ഇവർക്ക് നമുക്കറിയാം ആരന്റെ മക്കൾക്കും എല്ലാം ഡ്രസ്സും അതിന്റെ ആരിന് ഹൈപ്രീസ്റ്റിന് അതിൻ്റെതായിട്ടുള്ള തരത്തിലുള്ള ഡ്രസ്സ് കൊടുക്കണേ. ഫോദവും പിന്നെ ചങ്കില് വെക്കുന്ന 12 കല്ലുകളും ആ ഒരു അല്ലെ സാഷെ പോലെ ഒരു, പിന്നെ സാഷ് എന്ന് പറഞ്ഞ എന്താ പറയാ, ആ ഒരു അരയിൽ കെട്ടുന്ന ആ ഒരു എന്താ പറഞ്ഞ കെട്ടുന്ന ആ തുണി പോലുള്ള കാര്യങ്ങളും അങ്ങനെ എല്ലാമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. തലയിൽ ഒരു എന്താ പറയുക തൊപ്പി പോലുള്ള കാര്യങ്ങളുമൊക്കെ ആയിട്ട് അദ്ദേഹത്തിനായിട്ടുള്ള ഡ്രസ്സ്, സ്പെഷ്യൽ ആയിട്ടുള്ള അനോയിന്റഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഉണ്ടല്ലോ അല്ലെ. ഒരു ടർബനും ഒക്കെ ആയിട്ട് അതില് എങ്ങനെ എഴുത്തും ഒക്കെ ആയിട്ട് നമുക്കറിയാം. അദ്ദേഹത്തിന് കൊടുത്തിരുന്ന ഡ്രസ്സിന്റെ പാറ്റേണും അങ്ങനെയുള്ള ബ്ലൂവും പർപ്പിളും പിന്നെ സ്കാലറ്റും ഒക്കെയുള്ള ആ ഒരു നൂല് കൊണ്ടുള്ള ഡെക്കറേഷനും അങ്ങനെ ഓരോ കാര്യത്തെ പറ്റി ദൈവം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ദൈവം മോസസിന് കാണിച്ചു കൊടുത്ത കാര്യങ്ങളാണ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് ചെയ്തത്. അപ്പൊ ഇവരോട് അഹരോന്റെ മക്കൾക്കൊന്നും ദൈവത്തിന്റെ അടുത്തേക്ക് പെട്ടെന്ന് ചാടി ചെല്ലാനുള്ള അവകാശം ദൈവം ഒരിക്കൽ പോലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചുകൊണ്ട് ആണ് ഇവര് പെട്ടെന്ന് ദൈവത്തിന് മുമ്പിലേക്ക് ചെന്നിരിക്കുന്നത്. അവിടെ ദൈവത്തിന് മുമ്പിലേക്ക് ചെല്ലണം എന്ന് പറഞ്ഞിരിക്കുന്ന ഇത് ആകെപ്പെടെ അനുവാദം കൊടുത്തിരിക്കുന്ന അഹരോന് മാത്രമല്ല. അഹരോന്റെ മക്കളിൽപ്പെട്ട ഒരാൾ ഹൈപ്രീസ്റ്റ് ആകുന്ന ഹൈപ്രീസ്റ്റിന് മാത്രം വർഷത്തിൽ ഒരു പ്രാവശ്യം രക്തവുമായിട്ട് അല്ലെ കയ്യില് ധൂപവുമായിട്ട് ചെല്ലാൻ പറ്റും എന്നുള്ള ഒരു അവകാശം കൊടുത്തിരിക്കുന്നു. അപ്പോ ബാക്കി ആർക്കും തന്നെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലാനുള്ള ഒരു അവകാശം ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. അതേ ദൈവം തന്നെ മാറിയിട്ടില്ല അല്ലെ. ഒന്ന് വിചാരിച്ചു നോക്കുക, അതേ ദൈവം തന്നെ ഒരിക്കൽ പോലും മാറിയിട്ടില്ല. ഈ പഴയ ടെസ്റ്റ്മെന്റ്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പഴയ കവനന്റ് എന്ന് പറഞ്ഞത്, പഴയ നിയമം ഓൾഡ് ആയിട്ടുള്ള ആൾക്കാർ, ഓൾഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ജഡത്തിന്റെ സ്വഭാവമുള്ള അവർക്ക് കൊടുത്തിരുന്ന ഒരു കാര്യമാണ്. അവർക്കപ്പോ ഡ്രസ്സുകളും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ ദൈവം പറഞ്ഞിരിക്കും, ഇന്ന കാര്യങ്ങൾ പാലിക്കണം, ഇന്ന രീതിയിലുള്ള സാക്രിഫൈസുകൾ നടത്തണം അല്ലെ. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. പക്ഷെ ന്യൂ ടെസ്റ്റ്മെന്റിലേക്ക് വരുമ്പോ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് ദൈവത്തിന്റെ മുമ്പില് ചെല്ലാൻ പറ്റും. ഏത് സമയത്ത് വേണമെങ്കിലും ചെല്ലാനുള്ള അവകാശമുണ്ട്. നമ്മളോട് ബോൾഡായിട്ട് തന്നെ ത്രോൺ ഓഫ് ഗ്രേസ് അപ്രോച്ച് ചെയ്യാൻ ദൈവം പറഞ്ഞിരിക്കുന്നു. നമുക്കായിട്ട് ഒരു പുതിയതായിട്ടുള്ള ഒരു വഴി അല്ലെ, ഇങ്ങനെ ന്യൂ ആൻഡ് ലിവിങ് വേ
ഓപ്പൺ ചെയ്തിരിക്കുന്നു പറഞ്ഞിരിക്കുന്നത്. എബ്രായർക്ക് ലേഖനത്തിന്റെ എവിടെ 10ാമത്തെ ചാപ്റ്റർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഒരു പുതിയതായിട്ട് ന്യൂ ആൻഡ് ലിവിങ് വേ ഓപ്പൺ നമുക്ക് ചെയ്ത് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ അവിടെ നമ്മൾക്ക് എല്ലാവർക്കും എങ്ങനെ വേണം ചാടിക്കേറി ചെല്ലാൻ പറ്റുമോ അല്ലെ? അതാണ് ഇന്നത്തെ എന്റെ ക്വസ്റ്റ്യൻ. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. ഈ അഹരോന്റെ 2 മക്കളോട് കാണിക്കാത്ത കരുണ നമ്മളോട് ദൈവം കാണിക്കുന്നുണ്ടോ? അതിനെപ്പറ്റി നമ്മളൊന്ന് വിചാരിച്ചു നോക്കുക. അപ്പൊ അഹരോന്റെ മക്കള് അവര് ദൈവം പറഞ്ഞിരുന്ന കാര്യം അവര് കൃത്യമായിട്ട് ചെയ്യുമായിരുന്നെങ്കിൽ അത് അവർക്ക് ഒരു ഷീൽഡായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുമായിരുന്നു. ദൈവത്തിന്റെ ഗ്ലോറി വന്ന് അവരെ നശിപ്പിച്ച് കളയുകയും ചെയ്യത്തില്ല. ഇനി നമ്മളുടെ കാര്യം നോക്കുമ്പോൾ നമുക്ക് ആ പുതിയതായിട്ട് അല്ലെ, എബ്രായർക്ക് 10ാമത്തെ ചാപ്റ്ററിൽ പറയുന്ന പോലത്തെ ആ പുതിയതായിട്ടുള്ള ആ ലിവിങ് ആയിട്ടുള്ള ആ ഒരു വഴി നമുക്ക് വേണ്ടി തുറന്നു തന്നിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് യേശുക്രിസ്തു നമ്മൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ പഴയ ടെസ്റ്റ്മെന്റും പുതിയ ടെസ്റ്റ്മെന്റും തന്നിരിക്കുന്ന ഒരേ ആൾക്കാർക്ക് അല്ല. എന്ന് വെച്ചു കഴിഞ്ഞാല് പഴയ ടെസ്റ്റ്മെന്റ് ജഡത്തിന്റെ സ്വഭാവത്തിലുള്ള ആൾക്കാർക്കാണ് തന്നിരിക്കുന്നത് എങ്കിൽ ന്യൂ ടെസ്റ്റ്മെന്റ് വന്നു കഴിഞ്ഞപ്പോഴേക്കും അത് തന്നിരിക്കുന്നത് ജഡത്തിന്റെ സ്വഭാവമുള്ളവർക്കല്ല തന്നിരിക്കുന്നത്, പുതിയതായിട്ട് വീണ്ടും ജനിച്ചവർക്കാണ് തന്നിരിക്കുന്നത് അല്ലെ. യേശുക്രിസ്തുവിന്റെ ബാപ്റ്റിസത്തിലേക്ക് നമ്മള് ബാപ്റ്റിസം എടുക്കുന്ന വ്യക്തികള് അവര് പുതിയതായിട്ടൊരു ജീവിതത്തിലേക്കാണ് വരുന്നത്. റോമർക്കെഴുതിയ ലേഖനത്തിന്റെ 6ാമത്തെ ചാപ്റ്ററിൽ 3-4 വാക്കുകൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ മരണത്തിലേക്ക് വന്നിരിക്കുന്ന ആ ആളുകള് അല്ലെ, മരണത്തിലേക്ക് ബാപ്റ്റിസം എടുത്തിരിക്കുന്ന ആ ആളുകള്, നമ്മൾ വെള്ളത്തിൽ ബാപ്റ്റിസം എടുക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ മരണത്തിലേക്കാണ് നമ്മൾ ബാപ്റ്റിസം എടുക്കുന്നത്. നമ്മൾ അത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താ വെച്ചാല്, സിംബലൈസ് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിനോടൊപ്പം തന്നെ നമ്മള് അടക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ പിതാവ് യേശുവിനെ എന്താ പറയാ ഗ്ലോറിയിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോൾ തന്നെ നമ്മളൊരു പുതിയ ജീവിതത്തിലേക്ക് വരുന്നത് അല്ലെ. ആ പുതിയ വ്യക്തിക്ക്, പുതിയതായിട്ട് നമ്മുടെ ഉള്ളിൽ ഫോം ചെയ്തിരിക്കുന്ന ആ വ്യക്തി, ആ ബോൺ അഗൈൻ വ്യക്തിക്കാണ് എന്താ പറയുക ന്യൂ കവനന്റ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ന്യൂ കവനന്റ് കൊടുത്തിരിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു എല്ലാവർക്കും വേണ്ടി മരിച്ചപ്പോൾ എല്ലാവരും മരിച്ചു എന്നാണ് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 5ാമത്തെ ചാപ്റ്റർ പറഞ്ഞിരിക്കുന്നത് അല്ലെ. നമ്മൾ അവനിൽ വിശ്വസിക്കുന്ന സമയത്ത് നമ്മൾ ബാപ്റ്റിസം എടുക്കുമ്പോൾ അവന്റെ ഒപ്പം നമ്മൾ മരിക്കുകയോ ചെയ്യുന്നത്. അപ്പൊ ആ മരിച്ച വ്യക്തികൾക്ക് ഈ പഴയ കവനന്റ് ആപ്ലിക്കബിൾ അല്ല ഒന്നാമത്തെ കാര്യത്തിൽ അല്ലെ. ന്യായപ്രമാണം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം ന്യായപ്രമാണം ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലമേ ഉള്ളൂ. നമുക്കറിയാം റോമർക്കെഴുതിയ ലേഖനത്തിന്റെ 7ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീ കല്യാണം കഴിക്കുന്നതിനെ പറ്റി പറഞ്ഞിരിക്കുക. അവരുടെ ഭർത്താവുമായിട്ട് അവർക്കുള്ള ആ ബന്ധം നിലനിൽക്കുന്ന ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിരിക്കുക. അവരുടെ ഭർത്താവ് മരിച്ചു കഴിയുമ്പോൾ പിന്നെ അവര് ഫ്രീ ആണ്. അവരെ ആരെ കല്യാണം കഴിച്ചാലും പ്രശ്നമില്ല. പിന്നെ അവർക്ക് വേറെ ആരെ പോയി കല്യാണം കഴിച്ചാലും പ്രശ്നമില്ല. പക്ഷെ അവര് ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവര് വേറെ കല്യാണം കഴിക്കുകയാണ്. അവരെ അഡൾട്രസ് ആയിട്ടുള്ള ഒരു സ്ത്രീയായിട്ടാണ്, വ്യഭിചാരം ചെയ്യുന്ന വ്യക്തിയായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. എന്ന് പറഞ്ഞ പോലെ ന്യായപ്രമാണം ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലമേ ഉള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെ യേശു എല്ലാവർക്കും വേണ്ടി മരിച്ചപ്പോ എല്ലാവരും യേശുവിൽ മരിക്കുമായിരുന്നെങ്കിൽ ന്യായപ്രമാണം അവിടം കൊണ്ട് തീർന്നു. അപ്പൊ ന്യായപ്രമാണം തീർന്നത് കൊണ്ട് യേശുവാണ് ന്യായപ്രമാണത്തിന്റെ അവസാനം എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പുതിയതായിട്ട് ജനിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് ഒരു പുതിയ നിയമം ആവശ്യമുണ്ട്. അതിനാണ് പുതിയ നിയമം തന്നിരിക്കുന്നത്. പുതിയ നിയമം തന്നിരിക്കുന്നത് പഴയ ന്യായപ്രമാണത്തിന് കീഴിലുള്ള ജഡത്തിന്റെ രീതിയിൽ നടക്കുന്ന വ്യക്തികൾക്കുള്ളതല്ല. എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജഡത്തിന്റെ രീതിയിലുള്ള സ്വഭാവത്തിൽ ഉള്ള ആളുകൾക്ക് തന്നിരിക്കുന്നതല്ല പുതിയ നിയമം അല്ലെ. പുതിയ നിയമം ദൈവം തന്നിരിക്കുന്നത് പുതുതായിട്ട് ജനിച്ചിരിക്കുന്ന വ്യക്തികൾക്കാണ്. ആ പുതുതായിട്ട് ജനിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് അത് ഫിറ്റ് ആകത്തുള്ളൂ അല്ലെ, ഫിറ്റ് ആകത്തുള്ളൂ. ദൈവം നമ്മളോട് എപ്പോഴും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ ഗലാത്യർക്ക് ലേഖനത്തിൽ 3ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ 27ാമത്തെ വാക്കില് ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുവിനോട് ചേരുവ സ്നാനം ചെയ്തിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിന് ധരിച്ചിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ വേണ്ടി സ്നാനം ചെയ്തിരിക്കുകയാണെങ്കിൽ ആ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നപ്പോ പുതിയ സൃഷ്ടിയാണ്. ആ പുതിയ സൃഷ്ടിക്ക് ഒരു ഉടുപ്പ്, ഒരു വസ്ത്രം ദൈവം തന്നിരിക്കുക. ആ വസ്ത്രത്തിന്റെ പേരാണ് യേശു ക്രിസ്തു. നമ്മൾ യേശുവിനെ ധരിച്ചിരിക്കുകയാണ് അല്ലെ. അപ്പൊ യേശു ക്രിസ്തു തന്റെ രക്തം കൊണ്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്നതുപോലെ അല്ലെ, അഹരോന്റെ എന്താ പറഞ്ഞ ആ ഒരു ലൈനിലുള്ള പ്രീസ്റ്റ്ഹുഡ് അല്ലേ
യേശുക്രിസ്തുവിന്റെ. യേശുക്രിസ്തു മെൽക്കിസദേക്കിന്റെ ലൈനിലുള്ള പ്രീസ്റ്റ്ഹുഡാണ്. അപ്പൊ ആ ഒരു ലൈനിലുള്ള ഒരു പുതിയ പ്രീസ്റ്റ്ഹുഡാണ് വന്നിരിക്കുന്നത്. കാരണം ന്യായപ്രമാണം തീർന്നു. ന്യായപ്രമാണമല്ല, പുതിയ കവനന്റ് ആണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അവിടെ മെൽക്കിസദേക്കിന്റെ ലൈനിലുള്ള ആ പ്രീസ്റ്റ്ഹുഡാണ്. അപ്പോ ആ മെൽക്കിസദേക്കിന്റെ ലൈനിലുള്ള പ്രീസ്റ്റ്ഹുഡ് ആകുമ്പോ യേശു തന്റെ രക്തം കൊണ്ട് പിതാവിന്റെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ്, അല്ലെ? അപ്പൊ യേശുവിനെ ധരിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് അങ്ങോട്ട് ചെല്ലാം ഏത് സമയത്തുമാണ്. കാരണം പിതാവ് നോക്കുമ്പോൾ കാണുന്ന യേശുക്രിസ്തുവിനെ മാത്രമാണ്, അല്ലെ? ജേക്കബ് ഐസക്കിന്റെ മുമ്പിൽ ബ്ലെസ്സിങ്ങിന് വേണ്ടി ചെന്നത് ഈസോന്റെ വസ്ത്രം ഇട്ടോണ്ടാ ചെന്നത്, അല്ലെ? സൗണ്ട് വേറെയായിരുന്നു, പക്ഷെ വസ്ത്രത്തിന്റെ ഉള്ളിലുള്ള ആള് വേറെയായിരുന്നു. പക്ഷെ വസ്ത്രത്തെ തൊട്ട് നോക്കിയപ്പോ എന്താ പറയാ, ഐസക്ക് അതിന് മനസ്സിലായത് എന്താ പറയുക, ഇത് ഈസോ തന്നെയാണല്ലോ, ഈസോനെ പോലെയാണല്ലോ ഇരിക്കുന്നത്, ഈസോന്റെ ഡ്രസ്സിന്റെ സ്മെല്ലൊക്കെ ആണെന്നുള്ള ഐസക്ക് കാര്യം പിടികിട്ടി. അതുപോലെയാണ് പുതുതായിട്ട് നമ്മളെ ഉള്ളിൽ ജനിച്ചിരിക്കുന്ന ആ വ്യക്തി യേശുക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് പിതാവിന്റെ പക്കലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു പിതാവിന്റെ പക്കലേക്ക് ചെല്ലാൻ വേണ്ടി ഒരു പുതിയതായിട്ടുള്ള ഒരു ജീവിക്കുന്ന വഴി, യേശുക്രിസ്തു വഴി, അല്ലെ? യേശുവിന്റെ ശരീരമാണ് ആ വെയിൽ, അത് മുറിഞ്ഞിരിക്കുന്നു, അല്ലെ? യേശുവാണ് ഡോർ. അതിലെ യേശുവിൽ കൂടെ നമുക്ക് പിതാവിന്റെ അടുത്തേക്ക് എപ്പോഴും ചെല്ലാനുള്ള അവകാശം ദൈവം തന്നിരിക്കുകയാണ്. അവകാശം കിട്ടിയിരിക്കുന്ന പുതിയതായിട്ട് ജനിച്ചിരിക്കുന്ന വ്യക്തികൾക്കാണ്, അല്ലെ? നമ്മളുടെ പഴയ സ്വഭാവത്തിലുള്ള വ്യക്തികൾ ഇന്ന് നമ്മുടെ ഉള്ളിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ യേശു എന്നുള്ള വസ്ത്രം ധരിക്കാൻ അവർക്ക് യോഗ്യതയില്ല. യേശു എന്നുള്ള വസ്ത്രം അവർക്ക് ഫിറ്റ് ആകത്തില്ല, അല്ലെ? യേശു എന്നുള്ള വസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് വിചാരിച്ചു, ഇപ്പൊ ഈ നദാബിനും അബീഹുവിനും ഒക്കെ, ഈ ആരുടെ മക്കൾക്കൊക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ കടക്കുന്നതിന് വേണ്ടി അവർക്കും വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അതേപോലെ തന്നെയാണ് യേശുക്രിസ്തു. യേശു തന്റെ ഗ്ലോറി കൊണ്ട് വസ്ത്രം ധരിച്ചിരിക്കുന്നു, അല്ലെ? നമ്മൾക്ക് അവരുടെ മക്കളെ പോലെ, അല്ലെ, ദൈവത്തിന് മുമ്പിലേക്ക് ചെല്ലും വസ്ത്രമുണ്ട്. ആ വസ്ത്രമായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് യേശുക്രിസ്തുവിനാണ് തന്നിരിക്കുന്നത്. ആ വസ്ത്രം ഫിറ്റാകുന്നത് പുതുതായിട്ട് നമ്മുടെ ഉള്ളില് ജനിച്ചിരിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ഉള്ളൂ. നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തിലാണ് നമ്മൾ ഇന്നും ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആ വസ്ത്രം ഫിറ്റ് ആകത്തില്ല. നമ്മൾ ആ ജഡത്തിന്റെ സ്വഭാവത്തിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നതെങ്കിൽ, അപ്പൊ അതിന് മുമ്പായിട്ട് പറയട്ടെ, യേശുക്രിസ്തുവിന്റെ വസ്ത്രമായിട്ട് തന്നെ തന്നിരിക്കുമല്ലോ ദൈവം തന്നിരിക്കുന്നത്. റോമക്കത്തിലേക്ക് 5-ാമത്തെ ചാപ്റ്റർ 17-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ഗ്രേസും റൈച്ചസ്നെസ്, ഫ്രീ ഗിഫ്റ്റ് ഓഫ് റൈച്ചസ്നെസ്, അല്ലെ? നമുക്ക് ഫ്രീ ഗിഫ്റ്റ് ഇങ്ങനെ പറഞ്ഞിരിക്കും, ഏകന്റെ ലംഘനത്താൽ മരണവും ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്ന യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വഴുപ്പ് കൃപയും നീതിദാനവും നമുക്ക് ഫ്രീ ആയിട്ട് തന്നിരിക്കുകയാണ്, അല്ലെ? നമുക്ക് ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് തന്നിരിക്കുക റൈച്ചസ്നെസ്. യേശുക്രിസ്തുവിന്റെ വസ്ത്രം പോലെ നമ്മൾ ധരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ യേശു ഇപ്പം വിശ്വാസം കൊണ്ട് ഫോം ചെയ്തിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ റൈച്ചസ്നെസ് നമുക്ക് കിട്ടിയിരിക്കുന്നു. അങ്ങനെ പുതിയതായിട്ട് ജനിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് തന്നിരിക്കുന്ന കാര്യം പറഞ്ഞ ജഡത്തിന്റെ സ്വഭാവം ഇല്ലാത്തവർക്ക്, അങ്ങനെ പുതുതായിട്ട് ജനിച്ചിരിക്കുന്ന വ്യക്തികൾക്കാണ് എപ്പോ വേണമെങ്കിലും പിതാവിന്റെ മുമ്പിലേക്ക് കയറി ചെല്ലാം എന്നുള്ളത്, അല്ലെ? കാരണം പിതാവ് നോക്കുമ്പോൾ കാണുന്ന യേശുക്രിസ്തുവിനെയാണ്. യേശുവാണ് നമ്മൾ വഴി കയറി ചെല്ലുന്നത് ശരിക്കും പറഞ്ഞാല്. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും കയറി ചെല്ലാൻ സാധിക്കുന്നത്. പക്ഷേ നമ്മൾ പിന്നെയും നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തിലാണ് നമ്മൾ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ, ജഡത്തിന്റെ സ്വഭാവം അനുസരിച്ച് ജീവിതമാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ യേശു എന്നുള്ള ഈ വസ്ത്രം നമുക്ക് ഫിറ്റ് ആകത്തില്ല. ആ വസ്ത്രത്തിൽ ഇങ്ങനെ എന്താ പറയുക, ക്രാക്കുകൾ ഉണ്ടായിരിക്കും. അത് അവിടെ ഇവിടെയൊക്കെ കീറിയതായിരിക്കും. കാരണം നമ്മുടെ ജഡത്തിന്റെ സ്വഭാവമുണ്ട്. ജഡത്തിന്റെ സ്വഭാവവും ദൈവവും തമ്മിൽ കൂടിച്ചേർത്ത്, ജഡത്തിന്റെ സ്വഭാവവും ഗോഡും തമ്മിൽ ചേർന്ന് പോകത്തില്ല. നമുക്ക് ലേഖനത്തിൽ തന്നെ 8-ാമത്തെ ചാപ്റ്റർ നമ്മൾ വായിക്കുന്ന, അപ്പൊ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, അല്ല, അവിടെ ഒരു പ്രശ്നമുണ്ട്, ഒരു ചേർച്ചില്ലായ്മ. അങ്ങനെയാകുമ്പോ ഈ നമ്മളുടെ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ നമ്മളിൽ ഒരു വിടവുകളും വിള്ളലുകളും ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പോ ദൈവത്തിന്റെ ഗ്ലോറി, നമ്മള് ദൈവത്തിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ ഈ വിടവുകളും വിള്ളലുകളും ഉള്ള ഫിറ്റാകാത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് നമ്മള് ദൈവത്തിന് മുമ്പിലേക്ക് ചെല്ലുമ്പോ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിന്റെ ഗ്ലോറി നമ്മളിലേക്ക് വന്നിട്ട് എന്താ പറയുക, നദാബിനും അബീഹുവിനും പറ്റുമ്പോ അതേ കാര്യം തന്നെ സംഭവിക്കും. അതേ കാര്യം തന്നെ നമ്മൾ സംഭവിക്കും. അതുകൊണ്ടാണ് ഗലാത്യർക്കെതിരെ എഴുതിയ ലേഖനത്തിന്റെ 5-ാമത്തെ ചാപ്റ്റർ പറഞ്ഞിരിക്കുന്ന, ജഡത്തിന്റെ സ്വഭാവത്തിൽ നടക്കുന്ന ഒരാൾ പോലും സ്വർഗത്തിൽ ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞൊരു കാര്യം. കാരണം വെച്ചാല് സ്വർഗത്തിൽ എത്തുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ഗ്ലോറി വന്നിട്ട് നമ്മളെ
കരിച്ചു കളയും. നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല. യേശുവിന്റെ വസ്ത്രം പോലെ ധരിച്ചിരിക്കുന്ന വ്യക്തികൾ, പുതിയതായിട്ട് ഫോം ചെയ്തിരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ഉള്ളൂ ദൈവത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ കൊളോസ്യർക്കത്തെ ലേഖനത്തിലൊക്കെ 3-ാമത്തെ ചാപ്റ്റർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോഴോ നിങ്ങളും കോപം ക്രോധം, 3-ാമത്തെ ചാപ്റ്ററിന്റെ 8 തൊട്ട് 10 വരെയുള്ള വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോഴോ നിങ്ങളും കോപം ക്രോധം ഈർഷ്യം വായിൽ നിന്ന് വരുന്ന ദൂഷണം ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളയും. ഇതെല്ലാം ജഡത്തിന്റെ സ്വഭാവമാണ് അല്ലെ. കോപവും ക്രോധവും ഈർഷ്യം വായിൽ നിന്ന് വരുന്ന മോശപ്പെട്ട വാക്കുകളും ദുർഭാഷണം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ള ഗോസിപ്പ് പറയുന്നു, ഇതെല്ലാം ജഡത്തിന്റെ രീതി വരുന്ന കാര്യങ്ങളല്ലേ. ഇങ്ങനെ പറഞ്ഞിട്ട് അതൊക്കെ വിട്ടുകളയും. അന്യോന്യം പോഷ്ക് പറയരുത് അല്ലെ. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടി ഉരിഞ്ഞു കളയും അല്ലെ. പഴയ ആ വ്യക്തി ജഡത്തിൻ്റെതായിട്ടുള്ള സ്വഭാവ വ്യക്തി അതിനെ നശിപ്പിച്ചു കളയുമെന്ന് പറഞ്ഞിരിക്കുന്നത്. തന്റെ സൃഷ്ടാവിന്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനെ പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യരെ ധരിച്ചുകൊള്ളുവൻ എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ഉള്ള ആ വ്യക്തി പുതുതായിട്ട് ഫോം ചെയ്തിരിക്കുന്ന വ്യക്തിനെ വളർത്തിക്കൊണ്ടുവരിക അല്ലെ. അതിന് ആ പുതുതായിരിക്കുന്ന ഫോം ചെയ്തിരിക്കുന്ന വ്യക്തിയുടെ ടോപ്പിൽ മാത്രമേ യേശുക്രിസ്തുവിന്റെ വസ്ത്രമായിട്ട് ധരിക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ യേശുക്രിസ്തുവിന്റെ വസ്ത്രമായിട്ട് ധരിക്കുക എന്ന് പറയുമ്പോൾ യേശുവിന്റെ സ്വഭാവം നമ്മളിലേക്ക് വരിക, യേശുവിനെ പോലെ നമ്മളായിത്തീരും അല്ലെ. സൃഷ്ടാവിന്റെ പരിജ്ഞാനത്തിൽ പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കും. നമ്മുടെ സ്വഭാവം യേശുവിന്റെ സ്വഭാവം പോലെ, നമ്മളുടെ മനസ്സ് യേശുവിന്റെ മനസ്സ് പോലെ, നമ്മുടെ ഹൃദയം യേശുവിന്റെ ഹൃദയം പോലെ, നമ്മുടെ വിചാരങ്ങൾ യേശുവിൻ്റെത് പോലെ, അങ്ങനെ എല്ലാം കംപ്ലീറ്റ് യേശുമയം. ഉള്ളിന്റെ ഉള്ളില് ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള കൃപ, ദൈവത്തോടുള്ള നന്ദി അല്ലെ, ദൈവത്തോടുള്ള ആ ഒരു ഇഷ്ടം വിശ്വാസം, അതെല്ലാം ഉള്ളിന്റെ ഉള്ളില് ചെയ്യുന്നതല്ലേ യേശു ചെയ്യുന്ന പോലെ ആ ഒരു വ്യക്തിക്ക് മാത്രമേ പിതാവിന്റെ മുമ്പിലേക്ക് കയറി ചെല്ലാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ റോമക്കത്തെ ലേഖനത്തെ 13-ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഇത് ചെയ്യേണ്ടത് തുടക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു. നമ്മൾ ഇത്രയും നാൾ ഉറങ്ങിക്കൊണ്ടിരുന്ന വ്യക്തികളായിരുന്നു അല്ലെ. എന്നിങ്ങനെ നിങ്ങൾ വന്നിരിക്കുന്നു, എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു അല്ലെ. നമ്മൾ എന്നാണ് വിശ്വസിച്ചത്? ഇപ്പൊ 10 വർഷം മുമ്പാണ് നമ്മൾ യേശുക്രിസ്തു വിശ്വസിച്ചെങ്കിൽ ഇപ്പം അവസാനത്തെ കാലം വളരെയധികം അടുത്തിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ വരവ് വളരെയധികം അടുത്തിരിക്കുന്നു. എല്ലാവരെയും യേശു എന്താ പറയാ ക്ലൗഡിൽ വന്ന് റാപ്ചറിന്റെ സമയം അടുത്തിരിക്കുന്നു, രക്ഷ വളരെയധികം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുക. 12-ാമത്തെ വാക്ക് പറയാം, രാത്രി കഴിയാറായി പകൽ അടുത്തിരിക്കുന്നു, അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവർത്തികളെ വെച്ചു കളഞ്ഞു വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചോളൂ. ഇരുട്ടിന്റെ പ്രവർത്തികൾ, അതായത് ഈവിളായിട്ടുള്ള എന്താ പറയുക, നമ്മുടെ ജഡത്തിന്റെ പിശാചിന്റെ രീതിയിലുള്ള പ്രവർത്തികൾ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് വെച്ചുകൊണ്ടിരുന്ന, മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന വ്യക്തികൾ അല്ലെ. കോപവും കാമവും അങ്ങനെ സകല വിധത്തിലുള്ള ഗലാത്യർക്ക് ലേഖനത്തിന്റെ 5-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം എന്താ പറയുക, നമ്മുടെ ജഡത്തിൻ്റെതായിട്ടുള്ള സ്വഭാവത്തെ പറ്റി ഒരു നീണ്ട ലിസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മോശപ്പെട്ട രീതി ജഡത്തിൻ്റെതായിട്ടുള്ള ലസ്റ്റും അല്ലെ സെക്ഷൽ ഇമ്മോറാലിറ്റിയും അങ്ങനെ എല്ലാ കാര്യത്തിലും നടന്നുകൊണ്ട് ആ പ്രവർത്തികൾ ഇരുട്ടുന്നതായിട്ടുള്ള പ്രവർത്തികളെ നിർത്തിക്കൊണ്ട് വെളിച്ചത്തിന്റെ വസ്ത്രം ധരിക്കുക, ആയുധവർഗം ധരിച്ചുകൊള്ളുക, വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ആയുധവർഗം, ദൈവത്തിന്റെ ആയുധവർഗത്തെ പറ്റി നമുക്കറിയാം. എഫേസ്യർക്ക് ലേഖനത്തെ 6 തന്നിട്ടുണ്ട്. അപ്പൊ അത് ആയുധവർഗം നമ്മൾ ധരിക്കുന്ന വ്യക്തികൾ ആയിരിക്കും എന്ന് പറഞ്ഞിരിക്കുക. പകൽ സമയത്ത് എന്നപ്പോൾ നാം മര്യാദയായി നടക്കുക, വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത് അല്ലെ. കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുന്നവരായിരിക്കും മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിൽ ചിന്തിക്കാതിരിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ. പകൽ സമയത്ത് എന്ന പോലെ മര്യാദക്കാരൻ നടക്കുക, വെറുക്കൂത്തുകളിലും മദ്യപാനത്തിലും ശയനമോഹങ്ങളിലും ദുഷ്കാമത്തിലുമല്ല, പിന്നെ പിണക്കത്തിലും അസൂയയിലുമല്ല, യേശുക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ. അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാത്രമേ ദൈവത്തിന്റെ മുമ്പിലേക്ക് പോകാൻ സാധിക്കത്തുള്ളൂ എന്ന് പിതാവ് പറഞ്ഞിരിക്കുക അല്ലെ. ദൈവം അന്നും ഇന്നും ഒന്നു തന്നെ. നദാബിനെ അബീഹുവിനെ ആരിന്റെ 2 മക്കളെ നശിപ്പിച്ചു കളഞ്ഞെങ്കിൽ അതേ ദൈവം തന്നെയാണ്, അതേ ദൈവം തന്നെയാണ്. വ്യത്യാസം വന്നിട്ട് ദൈവം 2 അല്ല, അത് മനസ്സിലാക്കുക. ഓൾഡ് ടെസ്റ്റ്മെന്റ് പഴയ നിയമത്തിലുള്ള ദൈവവും പുതിയ നിയമത്തിലുള്ള ദൈവവും ഒന്നു തന്നെയാണ്.
അല്ലെ? ഒരേ ദൈവം തന്നെയാണ്. യഹോവ ഒന്ന് തന്നെയാണ്. അല്ലെ? നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന കൺസെഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന കരുണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, യേശുക്രിസ്തുവിനെ നമ്മൾ വിശ്വസിക്കുമ്പോൾ രക്ഷകനായിട്ട് സ്വീകരിക്കുമ്പോൾ നമുക്ക് യേശുവിന്റെ റൈച്ചസ്നെസ് ബോധം അല്ലെ? നീതി എന്നുള്ളത് നമുക്ക് ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് തന്നിരിക്കുന്നു. ഗ്രേസ് നമുക്ക് കിട്ടിയിരിക്കുന്നു. ഗ്രേസ് നേരത്തെ ഓൾഡ് ടെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നതല്ല. നമുക്കിന്ന് ഗ്രേസ് നമുക്ക് തന്നിരിക്കുന്നു. പിന്നെ നമുക്ക് യേശുക്രിസ്തുവിനെ നമുക്ക് എന്താ പറയാ ധരിക്കാനും തന്നിരിക്കുന്നു. അവന്റെ സ്വഭാവത്തില് അവനിൽ ഹിഡൻ ആയിരിക്കാൻ നമുക്ക് തന്നിരിക്കും. അല്ലെ? നമ്മൾ മരിച്ചവരാണ്, നമ്മൾ ദൈവത്തില് യേശുക്രിസ്തുവിൽ ഹിഡൻ ആയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നമ്മൾ അവനിൽ ആയിരിക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന വ്യക്തികളാണ്. അല്ലെ? അങ്ങനെ നമ്മൾ ദൈവത്തിന്റെ മുമ്പിലേക്ക് പുതുതായിട്ട് സൃഷ്ടിച്ച വ്യക്തിനെ അല്ലെ ദൈവത്തിന് മുമ്പിലേക്ക് ചെല്ലുമ്പം നമ്മള് നദാബ് അബീഹു മരിച്ചു പോയതുപോലെ അങ്ങനെ പോകത്തില്ല. അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഇച്ചിരിയെങ്കിലും സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മളുടെ ജഡത്തിന്റെ സ്വഭാവം പഴയ രീതിയിലുള്ള ആ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ നമ്മൾക്ക് ദൈവത്തിന് മുമ്പിലേക്ക് പോകാൻ പറ്റാത്ത ദൈവത്തിന്റെ ആ ഗ്ലോറി ഉണ്ട് നമ്മളെ നശിപ്പിച്ചു കളയുക തന്നെ ചെയ്യും. നമുക്ക് മനുഷ്യർക്ക് പച്ചയായിട്ടുള്ള മനുഷ്യർക്ക് ദൈവത്തിന്റെ ഗ്ലോറിയുടെ മുമ്പിൽ നിൽക്കാൻ സാധിക്കത്തില്ല. ഇങ്ങനെ ഒന്ന് വിചാരിച്ചു, റേഡിയേഷൻ ഡിപ്പാർട്ട്മെന്റിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ ഇപ്പൊ റേഡിയേഷനൊക്കെ ചെയ്യാൻ പോകുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാര് അവര് മെഷീനൊക്കെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അതിന്റെ തക്കതായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ഉണ്ട് അല്ലെ? അവർക്ക് വസ്ത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവർ അതൊക്കെ ഇട്ടാണ് ചെയ്യുന്നത്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ വികിരണം ശരീരത്തിലേക്കൊക്കെ വന്നിട്ട് അവർക്ക് പ്രശ്നങ്ങൾ, ക്യാൻസർ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിപ്പോ അത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി അവർക്ക് അതിൻ്റെതായിട്ടുള്ള ചട്ടകളും വസ്ത്രങ്ങളൊക്കെ കാര്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഗ്ലാസുകളും അങ്ങനെയൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞ പോലെ ദൈവത്തിന്റെ ഗ്ലോറി എന്നുള്ളത് അത് ഭയങ്കരമാണ്. പച്ചയായിട്ടുള്ള മനുഷ്യന് മുമ്പിൽ പോയി നിൽക്കാൻ സാധിക്കത്തില്ല. പാപത്തോടുകൂടി മുമ്പിൽ പോയി നിൽക്കാൻ സാധിക്കത്തില്ല. അത് തന്നെയാണ് അബീഹുവിനും നദാബിനും പറ്റിയത്. പാപം ഉണ്ടായിരുന്നവർ കുടിച്ചിട്ടാണ് ദൈവത്തിന് മുമ്പിൽ കയറി ചെന്നത് അല്ലെ? അങ്ങനെയുള്ള വ്യക്തികള് നമ്മളായിട്ട് ദൈവത്തിന് മുമ്പിലേക്ക് ചെല്ലാൻ സാധിക്കത്തില്ല. നമുക്കിങ്ങനെ നേരത്തെ പറഞ്ഞ റേഡിയേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എന്താ പറയണേ, അവർക്ക് ആ കൊടുത്തിരിക്കുന്ന വസ്ത്രങ്ങൾ പോലെ ഷീൽഡ് പോലെയാണ് യേശുക്രിസ്തു നമുക്ക്. നമ്മൾ യേശുവിന്റെ ഉള്ളില് മറഞ്ഞിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ മാത്രമേ ഉള്ളൂ പിതാവിന്റെ ആ ഗ്ലോറി എന്നുള്ള റേഡിയേഷൻ അടിച്ച് നമ്മൾ ചത്തുപോകാതിരിക്കത്തുള്ളൂ, നമ്മൾ നശിച്ചു പോകാതിരിക്കത്തുള്ളൂ. അല്ലാതെ നമ്മളുടെ ജഡത്തിന്റെ സ്വഭാവമായിട്ട് മുമ്പോട്ട് ചെല്ലുന്നെങ്കിൽ നമ്മൾ നശിച്ചു പോകുക തന്നെ. അങ്ങനെയുള്ള വ്യക്തികൾ സ്വർഗം വരെ ഒന്നും എത്തത്തില്ല. അതിനൊക്കെ മുമ്പ് തന്നെ നശിച്ചു പോകുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ദൈവം യേശുക്രിസ്തു നമ്മോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ക്രോസ് എടുത്തുകൊണ്ട് ഡെയിലി നിങ്ങൾ നടക്കാൻ പറഞ്ഞിരിക്കുന്നത്. കാര്യം ഈ ക്രോസ് എടുത്ത് നമ്മള് നമ്മുടെ ജഡത്തിന്റെ സ്വഭാവം കളഞ്ഞില്ലെങ്കിൽ നമ്മൾ അവിടെ സ്വർഗത്തിൽ വരെ എത്തത്തില്ല നമ്മൾ. അതിനെപ്പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നു. നമുക്ക് പാപം ജഡത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പാപമാണ്. പാപമായിട്ട് നമ്മൾ മുമ്പോട്ട് എത്തത്തില്ല എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പൊ ദൈവം ഒരിക്കൽ പോലും മാറിയിട്ടില്ല. എന്താ പറയുക, അബീഹുവിനോടും നദാബിനോടും അന്ന് അങ്ങനെ പെരുമാറിയ അതേ ദൈവം തന്നെയാണ് നമ്മുടെ മുമ്പിൽ ഉള്ളതെന്ന് മനസ്സിലാക്കുക അല്ലെ? ദൈവം ചേഞ്ച് ചെയ്യാത്തവനാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാൻ പ്രാർത്ഥന നിർത്തുക. സമയത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹത്തിനായിട്ട് കരുണയ്ക്കായിട്ട് അങ്ങയുടെ മകൻ ഞങ്ങൾക്ക് തന്നതിനായിട്ട് നന്ദി പറയുന്നു പിതാവേ. അങ്ങനെ പോലെ ഒരു ദൈവമില്ല. അങ്ങയുടെ കൃപയ്ക്കായിട്ട് എന്നും നന്ദി പറയുന്നു കർത്താവേ. അങ്ങയുടെ മകന്റെ വസ്ത്രം പോലെ ധരിക്കുന്നതിനും കർത്താവ് പാത്തുക. അങ്ങയുടെ മകനിൽ ആയിരിക്കാൻ വേണ്ടിയുള്ള കൃപ തന്നെ അപേക്ഷിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരും ക്രോസ് എടുത്തുകൊണ്ട് കർത്താവേ, അവരിൽ മരിച്ചുകൊണ്ട് അവര് ഫ്ലഷ്ലി നേച്ചറിന് കില്ല് ചെയ്തുകൊണ്ട് കർത്താവേ അങ്ങയുടെ ഒപ്പമായിരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നെ യേശുവിന്റെ നാമത്തിൽ. അനുഗ്രഹിക്കുന്ന എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ. ആമേൻ. കേട്ട നന്ദി. ദൈവത്തിന്റെ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ.